ചിന്മയി ശ്രീപദ 7 വർഷത്തിന് ശേഷം ഈ പേര് വീണ്ടും ചർച്ചയാവുകയാണ്. ഉന്നതർക്ക് നേരെ മീറ്റു ഉന്നയിച്ചതിനാണ് തമിഴകത്ത് നിന്ന് ചിന്മയ ശ്രീപദ പുറത്താക്കപ്പെടുന്നത്. എന്നാൽ തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് ഇവന്റിൽ ആയിരങ്ങൾക്ക് മുന്നിൽ പാടി തമിഴകത്ത് മുഴുവൻ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് താരം. ചിത്രത്തിൽ ദീ എന്ന ദീക്ഷിത പാടിയ മുത്തമഴ എന്ന പാട്ടാണ് ദീയുടെ അഭാവത്തിൽ ചിന്മയി സ്റ്റേജിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഒറിജിനൽ പാട്ടിനേക്കാൾ പ്രേക്ഷകരെ രസിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ചിന്മയുടെ പെർഫോമൻസ്. ദിയേക്കാൾ ചിന്മയി വേർഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും കാണാൻ സാധിക്കുന്നത്. എന്നാൽ തഗ് ലൈഫിന്റെ തെലുങ്ക്, ഹിന്ദി പതിപ്പുകളിൽ AR റഹ്മാൻ മുത്തുമഴ പാടിപ്പിച്ചിരിക്കുന്നത് ചിന്മയെ കൊണ്ടാണ്. ഇത്രനാളും നിങ്ങളെ തമിഴ് സിനിമ എന്തിനകറ്റി നിർത്തിയെന്ന് ട്വിറ്ററിൽ ചോദിച്ച ജെൻസി തലമുറയ്ക്ക് ഉടൻ തന്നെ ചിന്മയുടെ മറുപടിയുമെത്തി. വൈരമുത്തു, രാധാരവി, കാർത്തിക് എന്നിവർ പീഡകരാണെന്ന് പറഞ്ഞതിന് 2018 തനിക്കും സഹപ്രവർത്തകർക്കും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഇൻഡസ്ട്രിയിലെ ഉന്നതർക്ക് നേരെ മീറ്റു ഉന്നയിച്ചതിനാണ് സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ നിന്ന് ചിന്മയി ശ്രീപദ പുറത്താക്കപ്പെടുന്നത്. അന്നത്തെ പ്രസിഡന്റും നടനും രാഷ്ട്രീയക്കാരനുമായ രാധാരവിക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച സഹപ്രവർത്തകരെ പരസ്യമായി പിന്തുണച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പുറത്താക്കൽ. ഇതേ സമയത്ത് തന്നെയായിരുന്നു തമിഴിലെ മുൻനിര ഗാനരചയിതാവും കവിയുമായ വൈരമുത്തുവിനെതിരെ ചിന്മയി മീറ്റു ആരോപിക്കുന്നതും. ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിൽ മാധ്യമങ്ങൾക്ക് പോലും ചോദ്യം ചെയ്തപ്പോൾ കൈകോപ്പി താൻ പറയുന്നത് കേൾക്കാൻ അപേക്ഷിക്കുന്ന ചിന്മയുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം. അതേസമയം 2002 മുതൽ 2018 വരെയുള്ള കാലയളവിൽ തമിഴിൽ മാത്രം പാടിയത് 250-ലധികം സിനിമകളിൽ ആയിരുന്നു. വിലക്കിനു ശേഷം തിയേറ്ററുകളിലെത്തിയ 96-ലാണ് ചിന്മയി തമിഴിൽ അവസാനമായി പാടിയത്. ഞാൻ നേരിട്ട ഒരു ദുരനുഭവമാണ് അന്ന് പറഞ്ഞത്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കുമെന്ന് വിചാരിച്ചപ്പോൾ കുറ്റപ്പെടുത്തലാണ് എനിക്ക് കിട്ടിയത്. 6 വർഷം മുൻപ് എൻ്റെ ഇൻബോക്സിൽ ചീത്ത വിളിക്കുകയായിരുന്നു എല്ലാവരും. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് എന്നെ തളർത്തി. വലിയ ആഘാതമാണ് അതെല്ലാം എനിക്ക് തന്നത്. ഇന്ന് കേൾക്കുന്ന നല്ല വാക്കുകളോട് നന്ദിയുണ്ടെങ്കിലും വലുതായി ഒന്നും തോന്നില്ല. എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. എന്തായാലും 7 വർഷങ്ങളുടെ അപ്രഖ്യാപിത വിലക്കിന് ശേഷം വേദിയിലെത്തിയ ഒരു കലാകാരിയുടെ വാക്കുകൾ തമിഴ് സിനിമാ വ്യവസായത്തെ തന്നെ ലജ്ജിപ്പിക്കേണ്ടതുണ്ട്. ചിന്മയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയോ എന്ന് മാറി ചിന്തിക്കുകയാണ് ഇപ്പോൾ തമിഴ് പ്രേക്ഷകരും.